പിന്നെ മാല മേടിക്കാൻ പറഞ്ഞു, മേടിച്ചു. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഈ കാര്യത്തെ ആശാന ഇടത്തേമ ഇടപെട്ട് കളിക്കാൻ വന്നാ ഞാനിതേ പറയത്തുള്ളൂ. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, രാഘവൻ സാറിന്റെ രോഗാവസ്ഥ ഇവിടെ കൂടുന്ന എല്ലാവർക്കും അറിയാം. എല്ലാരും കൂടി അറിഞ്ഞുകൊണ്ട് രാഘവൻ സാറിന്റെ മുമ്പിൽ ഒരു നാടകം കളിക്കുന്നു. അതോടുകൂടി രാഘവൻ സാറിന്റെ അസുഖത്തിന് കുറവ് വരുമെങ്കിൽ വരട്ടുന്നേ. ഈ വെഡിങ് ആനിവേഴ്സറി കേക്ക് മുറിയായിരുന്നതിൽ കുഴപ്പമില്ലായിരുന്നേ. ഇതിപ്പോ സ്പെഷ്യൽ കല്യാണം പോലെ ഈ താലി കെട്ടെന്നൊക്കെ പറയുമ്പോ അല്ല ഏട്ടത്തമ്മിക്ക് ഉൾക്കൊള്ളാനാവോ? അല്ല ശിവനാശൻ ഉൾക്കൊള്ളാനാവോ? ഇതിപ്പോ നിന്റെ അഭിപ്രായത്തിൽ എങ്ങനെ ഇതൊന്ന് അവസാനിപ്പിക്ക? ഞാൻ ഓടും. ഓട്ടോ പോലെ എടുക്കാൻ നിൽക്കില്ല, ഞാൻ ഓടും. നിങ്ങൾ എത്തിയോ? പറഞ്ഞ മാലോനെ കിട്ടിയ പിള്ളേ. എന്നാട് കയറിയോ കാണട്ടെ. അല്ല ഇവന്മാരിത് എവിടെ പോയി? കമല ഇങ്ങോട്ടോടാ, അവിടെ സംസാരിക്കുന്നു. വരുന്നത് എന്താവോ എന്തോ. ചുമ്മാ നിൽക്കുവാ. കൊള്ളാം കൊള്ളാം, കാശ്മീരി റോസ തന്നെ. എടാ കമല, തന്ത്രി കണ്ടില്ലേ? അല്ല തന്ത്രിക്ക് ഒരു കൊച്ചിന്റെ പേരിടൽ നടക്കുന്നുണ്ടേ. കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചോ, കൃത്യസമയത്ത് എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ ചടങ്ങിന്റെ രീതികൾ എങ്ങനെയൊക്കെയാന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാ. അല്ല ഈ പൂമാല പരസ്പരം കഴുത്തിൽ അണിയുന്നുണ്ടാ? എടാ കമല, എടാ ഇതൊരു ചെറിയ കല്യാണം പോലെ എന്നാടാ. താലികെട്ട് ഉൾപ്പെടെയാ. താലികെട്ടോ? പണ്ടേ വിഷ്ണു ശാലിനി വിവാഹം ചെയ്തപ്പോ ഉണ്ടായ അപാകതകൾ പരിഹരിക്കാനാ ഈ രണ്ടാം കല്യാണം നടത്തുന്നേ. ഇത് കൃത്യമായിട്ട് നടന്നാലേ അവരുടെ ജീവിതത്തില് കലഹങ്ങളും വഴക്കുകളും ഉണ്ടാവാതിരിക്കും. മിക്കവാറും ഇവിടെ ഒരു യുദ്ധം നടക്കും. എന്തോടെ സ്വകാര്യം പറയുന്നേ? അല്ല ഈ കാശ്മീരി ഫ്ലവറേ നന്നായിട്ട് പറയായിരുന്നു. ഇയാൾ എന്തോടെ ഇത് കൈ തൂക്കി പിടിച്ചോണ്ടിരിക്കുന്നേ? അങ്ങോട്ടാണോ വെക്കടോ? ചുമ്മാ തൂക്കി പിടിച്ചോണ്ട് നിൽക്കുവാ. അത് മറിച്ചിട്ടു ഞാൻ എടുത്തു നോക്കടോ. തന്ത്രി എത്തിയിട്ടുണ്ട്. കുഴപ്പമാവോ? കുഴപ്പമായല്ലോ. വാ ഞാൻ വൈകിയില്ലല്ലോ. ഇല്ല, ഒട്ടും വൈകില്ല. 11:30 മുഹൂർത്തേ. എടാ കമല, തിരുമലയ്ക്ക് വേണ്ട സഹായങ്ങളെ ചെയ്തു കൊടുത്തിട്ടേ നീ കൂടെ തന്നെ കാണണം. എന്നാ തിരുമല അതോട്ടല്ലേ? എല്ലാം ഒരുക്കി കഴിഞ്ഞല്ലോ. അല്ലട കമല, ഈ ഫോട്ടോഗ്രാഫർ പറഞ്ഞേ മൊത്തത്തൊരു കല്യാണ സെറ്റപ്പാ പുറത്ത് ഒരുക്കുന്നത്. അച്ഛൻ തന്നിട്ട് പോയതാ. ഇതിട്ടോണ്ട് വേണം അങ്ങോട്ട് ചെല്ലാനെന്ന്. എന്താ ശിവ ചെയ്യ? ഇതെങ്ങനെയൊന്നും മുടക്കുക? ഒരൊറ്റ വഴിയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് മുങ്ങുക. അതിന് രാവിലെ മുതൽ ശ്രമിച്ചതാണല്ലോ. രാഘവ സാറിന് കണ്ണ് വെട്ടിച്ച് പോകാനും നോക്കിയതാ.
ഇത് നടന്നില്ലെങ്കിൽ രാഘവ സാറ് ആ നിമിഷം ഈ വീട് വിട്ട് ഇറങ്ങുന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. ചിലപ്പോ ചത്ത് വരെ കളയും. കമല, അല്ല, അങ്ങനെയല്ലേ പറയുന്നേ. അതെ, നിക്കണ ചെറുക്കൈ. ഹായ്, ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അല്ല, ചെക്ക് ഇതുവരെ വേഷം അറിയില്ലേ? ഗുരു, ചെക്കനല്ല. ആയിക്കോട്ടെ, അഭിനയമാണ്. ഒരു ഷോർട്ട് ഫിലിം ചെയ്യാണെന്ന ലാഘവത്തോടുകൂടി ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നിങ്ങൾ വന്നേ. എന്താ? അല്ലെങ്കിൽ വേണ്ട, എല്ലാരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. ഇതെന്താ ആര് ചിരിക്കാത്ത മരണം വിട്ട് നിൽക്കും പോലെയാണോ നിൽക്കുന്നത്? ഒന്ന് ചിരിച്ചെന്നേ. റെഡി? സ്മൈൽ പ്ലേസ്. ഗുരു, കൈ ചുരുട്ടെന്ന് നോക്ക്. ഇപ്പൊ ഇടി കിട്ടും. സംഗതി പന്തിയല്ല. ഇനി ഇവിടെ നിന്നാലേ ചിലപ്പോ ഗുരു ആയിരിക്കും മരിക്കാൻ പോകുന്നത്. ഗുരുവിന്റെ വീടൊരു മരണ വീടാക്കണോ? വേണ്ട, ഒരിക്കലും വേണ്ട. എന്നാ വലിയ എന്തോ രാഘവൻ സാർ വിളിക്കുന്നത്. ഇപ്പൊ വരാമേ.